ആശ്രിത നിയമനങ്ങൾ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും പലകുറി ചർച്ചയായിട്ടുണ്ട്. ഗവൺമെന്റ് സർവീസുകളിൽ തന്റെ ബന്ധുക്കളെ തിരികെ കയറ്റുന്ന സമീപനം രാഷ്ട്രീയക്കാരെ പലപ്പോഴും അഴിമതിക്കാരാക്കി മാറ്റിയ ചരിത്രവുമുണ്ട്. കുടുംബവാഴ്ചയും രാഷ്ട്രീയ കളരിയിൽ എതിരാളികൾ ആയുധമാക്കി പലരെയും വീഴ്ത്തിയിട്ടുമുണ്ട്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയപ്പോഴും ആകാനുള്ള തയ്യാറെടുപ്പിലും കോൺഗ്രസിനെ വിറപ്പിക്കാൻ ഉപയോഗിച്ച പ്രധാന ആയുധം നെഹ്റു കുടുംബത്തിന്റെ രാഷ്ട്രീയ വാഴ്ചയായിരുന്നു. തലമുറ കൈമാറി വരുന്ന രാഷ്ട്രീയ രീതിയെ പരിഹസിച്ചും വേട്ടയാടിയുമാണ് നരേന്ദ്രമോദി കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി പ്രവർത്തിച്ചത്. ഡൈനാസ്റ്റി പൊളിറ്റിക്സിനെ ആക്രമിക്കുന്ന BJPക്കാർ പക്ഷേ രാഷ്ട്രീയത്തിൽ അതിൽ നിന്ന് മുക്തരൊന്നുമല്ലായിരുന്നുവെങ്കിലും അണികളെ വിശ്വസിപ്പിക്കാൻ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ തങ്ങൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിന് എതിർക്കുന്നവരാണെന്ന ഇമേജ് ഉണ്ടാക്കിയെടുത്തു. പക്ഷേ BJP നേതാക്കൾ ഡൈനാസ്റ്റി പൊളിറ്റിക്സിനൊപ്പം വളർത്തിയെടുത്ത അതിലും ഭീകരമായ കോർപ്പറേറ്റ് പൊളിറ്റിക്സ് ഇന്ത്യയുടെ മുഖം തന്നെ മാറ്റിയെടുക്കുന്നത് പലരും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. മോദി ഇമേജിനൊപ്പം അയാളുടെ ബന്ധുക്കൾ ആരും രാഷ്ട്രീയത്തിൽ ഇല്ലെന്ന മേനി നടിക്കുന്നവർ ഗുജറാത്തിൽ നിന്ന് മോദിക്കൊപ്പം ഇന്ത്യ പിടിച്ചെടുക്കാൻ വിമാനത്തിലെത്തിയ ഉറ്റ സുഹൃത്ത് ഗൗതം അദാനിയുടെ വളർച്ച കണ്ടില്ലെന്ന് നടിക്കും. അമിത്ഷായുടെ മകൻ ജയ്ഷായുടെ കോടികളുടെ ബിസിനസ് സംരംഭങ്ങളും ക്രിക്കറ്റിലെ പിടിപാടില്ലായ്മയിലും പെട്ടെന്നൊരു ദിവസം ഗുജറാത്ത് ക്രിക്കറ്റ് ബോർഡിലും പിന്നീട് 20,000 കോടിക്ക് മേൽ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് ബോർഡിന്റെ തലപ്പത്ത് വിരാജിച്ചതും രാഷ്ട്രീയ ഇടപെടലില്ലാതെയാണെന്ന് സംഘബന്ധുക്കൾ മാത്രം പറയും. പിന്നീട് ICC തലപ്പത്ത് വരെ എത്തിയ ജയ്ഷായുടെ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമുള്ള ആത്മവിശ്വാസമില്ലായ്മയുടെ പ്രകടനം അയാളുടെ ബിസിനസ്മാൻ ഇമേജിന് ഘടകവിരുദ്ധമാണെങ്കിലും അയാളുടെ കോടികൾ ടേൺ ഓവറുള്ള ബിസിനസ്സുകളുടെ ഉറവിടം ആരും മോദി ഷാ ഭരണത്തിൽ തേടി മിനക്കെടാറില്ല. ഇനി അടുത്തിടെയുണ്ടായ ധനമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും മക്കളുടെയും പെട്രോൾ എത്തനോൾ വിവാദം കുടുംബ രാഷ്ട്രീയ ബിസിനസ് ചർച്ചകളിൽ മോദി ഗോദി മീഡിയ അവഗണിച്ചു കളയും. വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികൾ അച്ഛന്മാർ ഭരിക്കുന്ന രാജ്യത്തെ മക്കളുടെ ബിസിനസ് സംരംഭങ്ങളിലെ പൊടുന്നനെയുള്ള വളർച്ചകൾ ചർച്ചയാക്കുകയുമില്ല. 2018 എത്തനോൾ മിക്സിംഗ് പെട്രോൾ വില ലിറ്ററിന് 55ഉം ഡീസലിന് 50ഉം രൂപയാക്കുമെന്ന് നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു. ഇന്ന് എത്തനോൾ ബ്ലെൻഡിംഗ് നയത്തിനപ്പുറം പെട്രോൾ ഡീസൽ വില 100ന് ചുറ്റും കിടന്ന് കറങ്ങുകയാണ്. പക്ഷേ എത്തനോൾ സപ്ലയേഴ്സായ നിതിൻ ഗഡ്കരിയുടെ 2 മക്കളുടെ ബിസിനസ് സംരംഭങ്ങളുടെ റവന്യൂ 18 കോടിയിൽ നിന്ന് 523 കോടിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും ഒരുപോലെ മക്കൾ രാഷ്ട്രീയ സാധ്യത ഉപയോഗപ്പെടുത്തിയ മറ്റൊരു പാർട്ടി വേറെ ഉണ്ടോ എന്ന ചോദ്യമെല്ലാം അവിടെ തന്നെ അങ്ങനെ കിടക്കും. കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ വേരൂന്നി കിടക്കുമ്പോഴും കോൺഗ്രസ് കുടുംബാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഒരു ചളിപ്പും തോന്നില്ല. പരിവാർവാദ അനുവദിക്കില്ലെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പുറം മുൻ മന്ത്രി വേദ് പ്രകാശ് ഗോയലിന്റെ മകൻ പീയൂഷ് ഗോയലും മുൻ മുഖ്യമന്ത്രി പ്രേംകുമാർ ധുമലിന്റെ മകൻ അനുരാഗ് ഠാക്കൂറും ഉറച്ചിരിക്കും. ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാനും നാരായണ റാണയുടെ മകൻ നിതീഷ് റാണയും രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗും എല്ലാം ഒരു മടിയുമില്ലാതെ ഉദിച്ചുയരും. അപ്പോഴും മോദി നെഹ്റു കുടുംബത്തിന്റെ പരിവാർവാദ ഒരു ലജ്ജയുമില്ലാതെ ആവർത്തിച്ചു പാടും. ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്ത അവരുടെ ഭർത്താവ് ഇരിക്കുന്ന വീഡിയോ പുറത്തു വരുമ്പോഴും BJPക്ക് ന്യായങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന കാലത്താണ് നമ്മൾ എന്നതാണ് ഏറ്റവും പുതിയ പരിവാർവാദ രാഷ്ട്രീയം. വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത വിളിച്ചു ചേർത്ത യോഗത്തിലാണ് അവരുടെ ഭർത്താവ് മനീഷ് ഗുപ്ത മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നത്. സർക്കാരിന്റെ ഭാഗമല്ലാത്ത വ്യക്തി യോഗത്തിൽ പങ്കെടുത്തതിനെ രൂക്ഷമായി വിമർശിച്ച ഡൽഹിയിലെ പ്രതിപക്ഷമായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും രംഗത്തെത്തിയപ്പോഴും BJPക്ക് ഇളക്കമില്ല. ബിസിനസ്സുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ മനീഷ് ഗുപ്ത ഷാലിമാർ ബാഗ് നിയമസഭാ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയുള്ള യോഗത്തിൽ പങ്കെടുത്തത് സൂപ്പർ മുഖ്യമന്ത്രിയാണെന്ന പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ BJPക്ക് അത് തണുപ്പൻ പ്രതികരണം മാത്രമാണ് ഉണ്ടാക്കുന്നത്. സർക്കാരിന്റെ ഭാഗമല്ലാത്ത വ്യക്തി ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആപ്പിന്റെ സൗരഭ് ഭരദ്വാജ് ആരോപിക്കുമ്പോഴും ഹിന്ദി വെബ് സീരീസ് ആയ പഞ്ചായത്തിലെ ഫുലേര ഗ്രാമം പോലെയായി ഡൽഹി സർക്കാർ എന്ന് പരിഹസിക്കുമ്പോഴും BJP ഷാലിമാർ ബാഗിലെ കാര്യങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രദ്ധിക്കുന്നയാളായതിനാലാണ് അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തതെന്ന തൊടുന്യായത്തിലാണ് നിൽക്കുന്നത്. വെബ് സീരീസിൽ ഫുലേരിയിൽ വനിതാ സർപഞ്ചിന്റെ ഭർത്താവ് അനൌദ്യോഗികമായി അധികാരം നടപ്പിലാക്കുന്നതിനെയാണ് ആപ്പ് നേതാവ് പരിഹസിച്ചത്. ഇത്തരത്തിൽ പലരും പിന്നിലിരുന്ന് ഭരിക്കുകയാണെന്ന വാദം പ്രതിപക്ഷം ഉയർത്തുന്നത് ആദ്യമല്ല. ജനങ്ങളുടെ പ്രതിനിധി സംഘത്തെ നയിച്ചാണ് മനീഷ് ഗുപ്ത വന്നതെങ്കിൽ മറ്റു പ്രതിനിധികളെ പോലെ പിന്നിലിരിക്കാതെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയ്ക്കൊപ്പം ഇരുന്നത് എങ്ങനെയെന്ന ചോദ്യം BJP മനഃപൂർവ്വം അവഗണിക്കും. ആ തൊടുന്യായത്തിൽ വിശ്വസിക്കുന്ന സംഘ അണികളുടെ ബോധത്തെ തൃപ്തിപ്പെടുത്തിയാൽ മതിയെന്ന ധാരണയാണ് BJP നേതാക്കൾക്ക്. പരിവാർവാദിൽ ഇപ്പോഴും കോൺഗ്രസിനെ പരിഹസിക്കുമ്പോൾ ഇടത്തും വലത്തും നോക്കാതെ എന്തും വിളിച്ചു പറയാനുള്ള ലൈസൻസ് ചോദ്യങ്ങളെ നേരിടാൻ പേടിയുള്ള മൻ കി ബാത്തിനുണ്ടെന്നത് വലിയ ലാഭമാണ്.